നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. വാഴക്കുളത്ത് ബാറിന് സമീപമാണ് അപകടമുണ്ടായത്. കാറിലെയും പിക്കപ്പ് വാനിലെയും ഡ്രൈവർമാർക്ക് പരിക്ക്. ഓൺലൈൻ ജോലിയിലൂടെ കോടികൾ ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടി ഒരാൾ പിടിയിൽ. മലപ്പുറം സ്വദേശി മൻസൂർ അലിയെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി പിടിയിലായത് മലപ്പുറത്തു നിന്ന്. മേക്കടമ്പ് സിൽവർ സ്റ്റാർ റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുൻ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുടവൂർ അയ്യൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷണം. പ്രതി പിടിയിൽ. വെള്ളൂർക്കുന്നം സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. 28-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. കഞ്ചാവുമായി മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് പോലീസ് പിടിയിൽ. പള്ളിക്കര ഇന്തുങ്കൽ ആൻഡോയെയാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത്. 3 കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയ ബൈപ്പാസ് പദ്ധതികളുടെ സ്ഥലമെടുപ്പ് നടപടികളും ഉടൻ ആരംഭിക്കണമെന്ന് എം പി. റിപ്പബ്ലിക് ദിന വാരാഘോഷത്തിന്റെ സമാപന റാലി നടത്തി. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലി ജുഡീഷ്യൽ കോംപ്ലക്സിൽ സമാപിച്ചു. ഇലാഹ്യ ലോ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മൂവാറ്റുപുഴയിൽ സാമൂഹ്യ സുരക്ഷാ സ്കീം മെഗാ ഇൻഷുറൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ CDSും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. SBI റീജിയണൽ മാനേജർ നാഗരാജ് പി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണം. മൂവാറ്റുപുഴയിൽ രക്തസാക്ഷ്യം ക്യാമ്പയിൻ സംഘടിപ്പിച്ച് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ടാകാൻ ഒരുങ്ങി പാലക്കുട വില്ലേജ് ഓഫീസ്. ഭരണാനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. 45 ലക്ഷം രൂപയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിൽ വാർഷികാഘോഷം. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർത്തകൾ വിശദമായി. വാഴക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വാഴക്കുളത്ത് ബാറിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:30 അപകടമുണ്ടായത്. അപകടത്തിൽ കാറിലെയും പിക്കപ്പ് വാനിലെയും ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റത്. വാഴക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:30 മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാഴക്കുളത്ത് ബാറിന് സമീപമാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വെള്ളിയാമറ്റം സ്വദേശികളായ ചാവേലിയ കുടിയിൽ CJ തോമസ്, സോജൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ പൈനാപ്പിൾ കയറ്റി വന്ന പിക്കപ്പ് വാൻ റോഡിലേക്ക് മറിഞ്ഞു. അപകടത്തെ തുടർന്ന് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ സോജനെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാറിന്റെ ഇരുമ്പ് ഭാഗം മുറിച്ചു മാറ്റിയാണ് പുറത്തെത്തിച്ചത്. പരിക്കേറ്റ സോജനെയും പിക്കപ്പ് വാൻ ഡ്രൈവറെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഷംസുദ്ദീൻ, VK മനു, അജീഷ്, നിബിൻ ബോസ്, ഡിബിൻ ബാലകൃഷ്ണൻ, ആരോമൽ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓൺലൈൻ ജോലിയിലൂടെ കോടികൾ ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ ഒരാൾ പിടിയിൽ. മലപ്പുറം സ്വദേശി മൻസൂർ അലിയെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃക്കളത്തൂർ സ്വദേശിക്കാണ് 47 ലക്ഷം രൂപ നഷ്ടമായത്. ഓൺലൈൻ ജോലിയിലൂടെ കോടികൾ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ 47 ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ ഒരാൾ പിടിയിൽ. മലപ്പുറം തിരൂരങ്ങാടി കുറ്റൂർ കുന്നുംപുറം സ്വദേശി ചെനാരി മൻസൂർ അലിയെയാണ് മൂവാറ്റുപുഴ CI ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതി സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറി കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു. തൃക്കളത്തൂർ സ്വദേശിക്കാണ് പണം നഷ്ടമായത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് തട്ടിപ്പ് സംഘം ഇയാളെ ബന്ധപ്പെട്ടത്. ഓൺലൈൻ ജോലിയിലൂടെ അധിക വരുമാനം എന്നതായിരുന്നു വാഗ്ദാനം. ബിഡിംഗ് ഗെയിമിലൂടെ 18 സ്റ്റെപ്പുകൾ പൂർത്തിയാക്കിയാൽ ഓരോ ഗെയിമിലൂടെയും വൻതുക കമ്മീഷൻ ലഭിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘം പറഞ്ഞിരുന്നത്. പല ഘട്ടങ്ങളായിട്ടാണ് 47 ലക്ഷം രൂപ ഇയാൾ അയച്ചു കൊടുത്തത്. എന്നാൽ കമ്മീഷനായി തനിക്ക് ലഭിക്കേണ്ട തുകകൾ ആവശ്യപ്പെട്ടപ്പോൾ സംഘം കൂടുതൽ പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇതിൽ സംശയം തോന്നി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു. SI വിഷ്ണുരാജു, സീനിയർ CPOമാരായ ബിബിൽ മോഹൻ, KA അനസ്, നിഷാന്ത് കുമാർ,
രഞ്ജിത്ത് രാജൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓൺലൈൻ ജോലി സംബന്ധമായി വരുന്ന മെസ്സേജുകളെ ജാഗ്രതയോടെ സമീപിച്ചില്ലെങ്കിൽ പണം നഷ്ടമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു. മേക്കടമ്പ സിൽവർ സ്റ്റാർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുൻ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബേബി കീപ്പാടസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷീര കർഷകരെയും പച്ചക്കറി കർഷകരെയും വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തിയവരെയും ഗവേഷകരെയും ഫലകം നൽകി ആദരിച്ചു. വാളകം പഞ്ചായത്തിലെ നിർധനരായ 40ഓളം കുടുംബങ്ങൾക്കുള്ള അരിയും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുടവൂരിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസ് പിടിയിൽ. മുടവൂർ വെളിയത്തുപടി ഭാഗത്ത് പുത്തൻപുരിയിൽ സുനിൽകുമാറാണ് പിടിയിലായത്. അയ്യൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് പ്രതി മോഷണം നടത്തിയത്. മുടവൂർ അയ്യൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും അമ്പലത്തിലെ CCTV ക്യാമറയടക്കം നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി പോലീസ് പിടിയിൽ. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മുടവൂർ വെളിയത്തുപടി പുത്തൻപുരിയിൽ സുനിൽകുമാറിനെയാണ് മൂവാറ്റുപുഴ CI ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 28-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. SI-മാരായ PB സത്യൻ, PC ജയകുമാർ, സീനിയർ CPO-മാരായ സലീം, H ഹാരിസ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 3 കിലോ കഞ്ചാവുമായി മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് തൊടുപുഴയിൽ പിടിയിൽ. 3 കിലോ കഞ്ചാവുമായി മൂവാറ്റുപുഴ പള്ളിക്കര ഈന്തുങ്കൽ ആന്റോയെയാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത്. ഒളമറ്റം കമ്പിപ്പാലത്തിന് സമീപം കഞ്ചാവുമായി എത്തിയ പ്രതിയെ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത്. ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പിന്തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതിക്കൊപ്പമുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി നന്ദുദേവ് ഓടി രക്ഷപ്പെട്ടു. തൊടുപുഴ മേഖലയിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്നാണ് സൂചന. മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസ് പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ വർഷം അനുമതി നൽകിയ ബൈപ്പാസ് പദ്ധതികളുടെ സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് പദ്ധതികളുടെ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ വർഷം അനുമതി നൽകിയ ബൈപ്പാസ് പദ്ധതികളുടെ സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുചേർന്നുകൊണ്ട് ഡൽഹിയിൽ വെച്ച് നടത്തിയ യോഗം, ആ യോഗത്തിൽ നമ്മുടെ ബൈപ്പാസ് പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ദേശീയപാത പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണമായ വിലയിരുത്തലായിരുന്നു നടന്നത്. അതിനുശേഷം കഴിഞ്ഞ 14-ാം തീയതി, ജനുവരി മാസം 14-ാം തീയതി ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖ പുറത്തു വരികയുണ്ടായി. ആ മിനിറ്റ്സ് രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേശീയപാത നമ്മുടെ ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023-2024 സാമ്പത്തിക വർഷം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ NHADES എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂവാറ്റുപുഴ ബൈപ്പാസിനും കോതമംഗലം ബൈപ്പാസിനും, മൂവാറ്റുപുഴയിൽ കടാതി മുതൽ കാരക്കുന്നം വരെയും കോതമംഗലത്ത് മാതിരപ്പള്ളി മുതൽ അയ്യങ്കാവ് വരെയും, അങ്ങനെ രണ്ടിടത്തുമായി ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരം വരുന്ന 2 ബൈപ്പാസ് പ്രോജക്റ്റുകൾ അനുവദിക്കുകയുണ്ടായി. അതേ തുടർന്ന് 3 സ്മോൾ നോട്ടിഫിക്കേഷൻ 2023 സെപ്റ്റംബർ മാസത്തിൽ തന്നെ പുറത്തു വരികയും അതിനുശേഷം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിജ്ഞാപനം ഗസറ്റ് നോട്ടിഫിക്കേഷൻ 2023 ഡിസംബർ മാസം 6-ാം തീയതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേ നമ്പറുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിജ്ഞാപനമാണ്. അതേ തുടർന്ന് നിർദ്ദിഷ്ട പദ്ധതിയുടെ ബൗണ്ടറി ഫിക്സ് ചെയ്തുകൊണ്ടുള്ള കല്ലിടൽ വളരെ പെട്ടെന്ന് നടക്കുകയും ആ നിശ്ചിതമായിട്ടുള്ള സർവേ നമ്പറുകളിൽ വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന പ്രോസസ്സ് അതേ തുടർന്ന് വളരെ പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യും. ഭൂമി ഏറ്റെടുക്കലിനായി 385 കോടിയാണ് പുനർനിശ്ചയിച്ചിരുന്നത്. നേരത്തെ 575 കോടി കണക്കാക്കി നൽകിയത് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചിരുന്നില്ല. അന്ന് സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണെന്നും MP പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024 മാർച്ച് 30-ന് മുന്നേ തന്നെ ഈ പദ്ധതി ആരംഭിക്കുമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അത് വൈകിയത് മൂലം
സാമ്പത്തിക വർഷം മാറിപ്പോവുകയും 2024-2025 നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു. 2024-2025 കടക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയതായിട്ടുള്ള പദ്ധതികളും NH എന്നുള്ള ഗണത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മുൻ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്ന ആ ഫണ്ടിൻ്റെ ഒരു ലഭ്യത പിന്നീട് വന്ന ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് അത്രത്തോളം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമുണ്ടായി. അതേ തുടർന്ന് ഈ പദ്ധതിയുടെ ഒരു അനിശ്ചിതാവസ്ഥ ഈ സാമ്പത്തിക വർഷം ആരംഭം മുതലേ ഉണ്ടായിരുന്നു. നിലവിൽ 3A വിജ്ഞാപനം റദ്ദായി. നേരത്തെ നിശ്ചയിക്കപ്പെട്ട അലൈൻമെന്റിൽ തന്നെ 2 സർക്കാരുകളും യോജിച്ച പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇലാഹ്യ ലോ കോളേജിന്റെയും മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന വാരാഘോഷ സമാപന റാലി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലി ജുഡീഷ്യൽ കോംപ്ലക്സിൽ സമാപിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ കൂടിയായ സ്പെഷ്യൽ പോക്സോ കോടതി ജില്ലാ ജഡ്ജ് മഹേഷ് ജി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സാമൂഹ്യ സുരക്ഷാ സ്കീം മെഗാ ഇൻഷുറൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. SBI റീജിയണൽ മാനേജർ നാഗരാജ് P ഉദ്ഘാടനം ചെയ്തു. 26 വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മൂവാറ്റുപുഴ നഗരസഭ CDSഉം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി സാമൂഹ്യ സുരക്ഷാ സ്കീം മെഗാ ഇൻഷുറൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് SBI റീജിയണൽ മാനേജർ നാഗരാജ് P ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയെ പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ നഗരസഭയാക്കി മാറ്റുന്നതിനായി ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ രവി, SBI ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മാനേജർ പ്രതിഭ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. 26 വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. CDS ചെയർപേഴ്സൺ നിഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ധന്യ അരുൺ, വ്യവസായ ഓഫീസർ ഗോപിക, NULM മാനേജർ മനോജ്, വാർഡ് കൗൺസിലർ നെജില ഷാജി, ഉപസമിതി അംഗം സൽമാൻ ഔഷാദ തുടങ്ങിയവർ പ്രസംഗിച്ചു. AIYF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് നെഹ്റു പാർക്കിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് AIYF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഘാതകർ വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് N അരുൺ പറഞ്ഞു. അണ്ടമാൻ ജയിലിൽ സവർക്കർ അടയ്ക്കപ്പെട്ടത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിട്ടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടാണ്. പക്ഷേ മാപ്പെഴുതി കൊടുത്ത് സവർക്കർ പുറത്തിറങ്ങിയത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിട്ടാണ്. അതിനുശേഷം RSSന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശകൻ കൂടിയായിരുന്നു, പണ്ഡിത നിരയുടെ ഭാഗം കൂടിയായിരുന്നു. സവർക്കർ മാപ്പെഴുതി കൊടുക്കുന്ന ഘട്ടത്തിൽ ആ മാപ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിർദ്ദേശാനുസരണം കൃത്യമായി ഞാനും എൻ്റെ പ്രവർത്തകരും എൻ്റെ അനുയായികളും വരും കാലങ്ങളിൽ പ്രവർത്തിച്ചുകൊള്ളാം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തി, ബ്രിട്ടീഷ് അധികാരികൾ നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭ വഴി RSS വഴി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് സവർക്കർ പറഞ്ഞത് ഈ രാജ്യത്ത് ഭിന്നിപ്പിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ BD സവർക്കറുടെ ശിഷ്യഗണങ്ങളിൽ മുഖ്യ സ്ഥാനത്തുണ്ടായിരുന്നു. നേരത്തെയൊക്കെ BJPക്കാരും RSSകാരൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാർട്ടിയല്ല, ഹിന്ദു മഹാസഭക്കാരനാണ്. പക്ഷെ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ആള് തന്നെയായിരുന്നു, RSS പ്രവർത്തകൻ തന്നെയായിരുന്നു. ചിലരെങ്കിലും പറയുന്നു അന്നത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു. ആവശ്യം എന്തായിരുന്നു? വർഗീയത ആളിക്കത്തിക്കുവാൻ ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അജിത് LA, CPI നിയോജക മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, അസിസ്റ്റന്റ് സെക്രട്ടറി EK സുരേഷ്, AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് KB നിസാർ, AISF നിയോജക മണ്ഡലം പ്രസിഡന്റ് നന്ദന KS തുടങ്ങിയവർ പ്രസംഗിച്ചു. For admissions call 7594054282. പാലക്കുഴ വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. 45 ലക്ഷം രൂപയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കുന്നത്. ഓഫീസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കും. 1405 അടി ചതുരശ്രയുടെ ചുറ്റളവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്.
മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് എക്സലന്റ് സ്റ്റാർ വിദ്യാർത്ഥികളെ ആദരിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിന്റെ 51ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ നിന്ന് പിതാവിൻ്റെയും മാതാവിൻ്റെയും അടുക്കൽ നിന്ന് അവർ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സെക്കൻഡ് ഹോമാണ്, രണ്ടാമത്തെ ഭവനമാണ്. അവിടെ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്ന് അവർക്ക് ഭവന അന്തരീക്ഷം പഠനത്തിലും പാഠ്യേതര കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഓർത്തപ്പോഴാണ് ഞാൻ ഈ തെങ്ങിനെ പറ്റി തെങ്ങിൻ്റെ മുന്നിൽ കാണുകയും ഉള്ളൂർ എന്ന മഹാകവിയെ മനസ്സിൽ ഓർക്കുകയും ചെയ്തത്. അതിങ്ങനെയാണ്: അച്ഛനും അമ്മയും ബാല്യകാലത്തൊരൽപ്പം ജലമിതിന്നേകി പോലും ആ നന്ദി മൂലം അവർക്കിതിപ്പോൾ ആശിച്ചതൊക്കെയും നൽകിടുന്നു. പാച്ചോറ് തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിടുന്നു. ദൈവമേ, കടശിയിൽ ഞാനും ഈ തെങ്ങുകൾക്കൊപ്പമായി തീർന്നിടട്ടെ. ഒരു തെങ്ങിൻ്റെ ആത്മഹർഷമാണ് കവിയിലൂടെ പുറത്തു വരുന്നത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് എക്സലന്റ് സ്റ്റാർ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലൂസി മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു, നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി, എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ദീപ്തി റോസ്, PTA പ്രസിഡന്റ് മാത്യു എം ജേക്കബ്, MPTA പ്രസിഡന്റ് അനീറ്റ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. മൂവാറ്റുപുഴ ഒടക്കനാട്ട് അനു നിര്യാതനായി. സംസ്കാരം നടത്തി പിതാവ് പരേതനായ OR മുകുന്ദൻ. ശാരദയാണ് മാതാവ്. സഹോദരി മിതു. മേക്കടമ്പ് വെള്ളപ്പക്കുഴിയിൽ ചാക്കോയുടെ ഭാര്യ മറിയം നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് റാക്കാട് സെന്റ് മേരീസ് കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ നടത്തപ്പെട്ടു. മക്കൾ ലീല, സണ്ണി, റോയി, മത്തായി, അല്ലി. മലപ്പുറം കരുവാരക്കുണ്ട് വാഴേപ്പറമ്പിൽ മാത്യു, കുന്നയ്ക്കാൽ തടവട്ടത്തിൽ ലീല, കൂത്താട്ടുകുളം വട്ടപ്പറമ്പിൽ സുജ, കൂത്താട്ടുകുളം വടക്കേ കുന്നപ്പിള്ളിൽ ഷൈബി, കണ്ണൂർ പാലമലിൽ ജോർജ് എന്നിവരാണ് മരുമക്കൾ. ഈസ്റ്റ് മാറടി മൂലംകുടിയിൽ പരേതനായ വർഗീസിന്റെ ഭാര്യ മേരി നിര്യാതയായി. കുരുക്കുന്നപുരം സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് സംസ്കാരം നടത്തപ്പെട്ടു. പരേത മൂവാറ്റുപുഴ സൗത്ത് മാറാടി പാലപ്പുറത്തെ കുടുംബാംഗമാണ്. മക്കൾ ബെന്നി വർഗീസ്, ആൻസി ജേക്കബ്, മിനി ജേക്കബ്. പോത്താനിക്കാട് പുക്കുന്നിൽ മഞ്ജു ബെന്നി, പാലക്കുട കൊച്ചുപുത്തൻപുരയിൽ ജേക്കബ്, ഇലഞ്ഞി വള്ളോച്ചാലിൽ ജേക്കബ് എന്നിവരാണ് മരുമക്കൾ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.